ഹായ്. അങ്ങനെ നമ്മൾ ഇന്ന് ശരിക്കും വന്ന കാര്യത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്, ജോലി അന്വേഷിക്കാൻ വേണ്ടി. നല്ല വെയിലാണ്. ഒരു ചെറിയ മരത്തിൻ്റെ തണൽ കിട്ടിയിട്ടുണ്ട്, അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇൻട്രാൻസ് സിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്, ബസ് സ്റ്റോപ്പിൽ. അവിടെ നിന്ന് ഇനി ഒരു ബസ് കിട്ടിയിട്ട് ബസ്സുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇനി സെൻട്രൽ പോയിന്റിൽ പോയിട്ട് ഇറങ്ങണം. അവിടെ ഇറങ്ങി ഇപ്പോൾ നമ്മൾ ആദ്യം കഴിക്കാൻ കയറി, KFC കഴിക്കാൻ കയറിട്ടോ. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഓർഡർ ചെയ്ത് കഴിക്കുന്നതാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ലാംഗ്വേജ് പറയുന്നതൊക്കെ മനസ്സിലാക്കാനും കുറച്ച് പാടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ആദ്യമായി ചെയ്ത സംഭവങ്ങളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, എന്നാലും എനിക്കിത് വലിയ വലിയ കാര്യങ്ങളാണ് കേട്ടോ. ഈവൻ ഒരു ചായ കുടിക്കാൻ ഇറങ്ങുന്നത് പോലും. നമ്മൾ മെട്രോ ചേഞ്ച് ചെയ്തിട്ട് ബസ്സിൽ കയറിയായിരുന്നു. ബസ്സിൽ പഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നോൾ കാർഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ സിൽവർ കളറിൽ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് നോൾ കാർഡ്. നമുക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പഞ്ച് ചെയ്യണം. അവിടെ ഒരു ചെറിയൊരു മെഷീനുണ്ട് ബസ്സിൽ. ബസ് ഫുള്ളും AC ആണ് കേട്ടോ, നമ്മുടെ നാട്ടിലെ ലോ ഫ്ലോർ ബസ് പോലെ. ചില സമയം ഒടുക്കത്ത് തണുപ്പായിരിക്കും. നമ്മളിപ്പോഴത്തെ ഈ അണ്ടർ പാസിലൂടെയാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. എന്നിട്ടിങ്ങനെ പുറത്തേക്ക് വരും. നല്ല രസമാണ്. രാത്രിയിൽ നല്ല ലൈറ്റിംഗ് ആണ് അതിനകത്ത്. നമ്മളിതേ ഹായ്. നദിയല്ല കേട്ടോ, ഇത് കനാലാണ്. ഇത് ശരിക്കും ഇവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് വെള്ളമൊക്കെ നിറച്ച് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. മാൻ മെയ്ഡ്. അടിപൊളിയാണ് കേട്ടോ. ഇതിനകത്ത് ബോട്ടിംഗ് സർവീസും എല്ലാ സംഭവങ്ങളും ഉണ്ട്. സെൻട്രൽ പോയിന്റ് നമ്മളിപ്പോൾ ഖരാമയിലിരിക്കും. Double tree apartments. ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ വന്ന് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. നാട്ടിൽ ക്ഷീണിച്ചൊക്കെ വരുമ്പോഴത്തേക്കും നല്ല കാര്യം. കുറേ കഴിഞ്ഞാൽ നടക്കാൻ നടന്ന് വയ്യ. അപ്പോൾ ഇച്ചിരി നേരം ഇരിക്കാൻ കിട്ടിയപ്പോൾ നല്ലൊരാശ്വാസം. കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമുക്ക് നടക്കാം. അടുത്ത സ്ഥലത്തേക്ക് നടക്കാനുള്ള സമയം. ഫോണിലെ ബാറ്ററി കുറഞ്ഞു, അതൊരു വിഷയമാണ്. ഇപ്പം നമ്മൾ കണ്ടതാണ് മെട്രോയുടെ മാപ്പ് എന്ന് പറയുന്നത്. ഇതിൽ മെട്രോ ലൈൻസ് ഗ്രീനും റെഡുമാണ് നമ്മുടെ 2 മെട്രോ ലൈൻസ്. ഇത് കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ദുബായ് മുഴുവനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ദുബായിനെ 7 സോണുകളായിട്ടാണ് ഇവർ തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സോണിനും ഏതൊക്കെ പോയിന്റുകൾ ഏതൊക്കെ സോണിലാണ് വരുന്നത്, 1ാമത്തെ 2ാമത്തെ അങ്ങനെ ഓരോരോ സോണുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് വേറെയും കുറേ കളറിൽ ഓറഞ്ച് കളർ, വയലറ്റ്, ബ്ലൂ കളറിലൊക്കെ ഉണ്ട്. അത് ഈ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അത് എങ്ങോട്ടൊക്കെ പോകേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് എല്ലാ മെട്രോ സ്റ്റേഷനിലും ഇതുണ്ട് കേട്ടോ. നമുക്ക് അഥവാ എവിടെയെങ്കിലും ഒരു നമ്മൾ സ്റ്റക്കായി പോകില്ല. അഥവാ എവിടെയെങ്കിലും പ്രശ്നം പറ്റിയാൽ ഈ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡിയ കിട്ടും. പിന്നെ നമുക്ക് ഇൻ്റർസ്റ്റേഷൻ പോയിന്റുകളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് റെഡ് ലൈനിലാണ് നമ്മൾ പോകണമെങ്കിൽ, ഇനി ഗ്രീനിലേക്ക് പോകണമെങ്കിൽ റെഡും ഗ്രീനും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. 2 പോയിന്റുകളുണ്ട്. അവിടെ നമുക്ക് റെഡിൽ നിന്ന് ഗ്രീനിലേക്കും ഗ്രീനിൽ നിന്ന് റെഡിലേക്കും മാറി പോകാൻ പറ്റും. പിന്നെ നമുക്കിതിന് നമ്മൾ ബസ്സിൽ ഉപയോഗിക്കുന്ന സെയിം നോൾ കാർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. 3 നോൾ കാർഡ് ഉണ്ട്. റെഡ് കളർ, സിൽവർ കളർ, ഗോൾഡ് കളർ. ഗോൾഡിന് കുറച്ചുകൂടെ പ്രയോറിറ്റി ഉണ്ട്. അതായത് മെട്രോയ്ക്കകത്ത് തന്നെ ഒരു ഗോൾഡൻ ക്യാബിനുണ്ട്. ഗോൾഡൻ കാർഡിന് കയറാൻ വേണ്ടിയിട്ടൊരു ക്യാബിനുണ്ട്. അതൊരു കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒറ്റ ക്യാബിനാണ്, അത് ക്ലോസ്ഡ് ക്യാബിനാണ്. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് സിൽവർ കളർ നോൾ കാർഡാണ്. അതിന് നമുക്ക് ഈ മന്ത്ലി റീചാർജ് ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് സോൺ അനുസരിച്ച് ഇപ്പം ജോലി അന്വേഷിച്ചൊക്കെ വരുന്നവരാണെങ്കിൽ ഫുൾ സോൺ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എളുപ്പമായിരിക്കും. അതായത് ജോലി തിരക്കി നടക്കാൻ പ്ലാനിട്ടാണ് വരുന്നതെങ്കിൽ ഫുൾ സോൺ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അതാകുമ്പോൾ നമുക്ക് റീചാർജ് ഒരു മാസം 300 സംതിങ്, ഞാൻ മറന്നുപോയി, 300 സംതിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടം ദുബായിലെ എല്ലാ ഭാഗത്തും, അതായത് മെട്രോ ആണെങ്കിലും ബസ്സാണെങ്കിലും നമുക്കെല്ലാം ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതിനങ്ങനെ ലിമിറ്റേഷൻസ് ഇല്ല. പിന്നെ 2 സോണിൽ മാത്രം റീചാർജ് ചെയ്യാം, ഒരു സോണിൽ മാത്രം റീചാർജ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. പിന്നെ റെഡ് കളർ നോൾ കാർഡ് എന്ന് പറഞ്ഞാൽ അത് ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചിട്ടാണ്, കുറച്ച് ദിവസത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ഇപ്പോൾ സിംഗിൾ കാർഡ് എടുക്കുമ്പോഴും നമ്മൾ സിംഗിൾ ട്രിപ്പിന് വേണ്ടി ടിക്കറ്റ് എടുക്കുമ്പോഴും റെഡ് കളറാണ് കിട്ടുന്നത്.
ഞാൻ ഇത് വലിച്ചു വാരി പറയുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് ജോലി അന്വേഷിച്ച് വരുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി അറിയാവുന്നവരെല്ലാം ഇഗ്നോർ ചെയ്തേക്കാം. ഓക്കെ, നമ്മളങ്ങനെ മെട്രോയിൽ നിന്ന് വീണ്ടും ബസ്സിലേക്ക് കയറി. ഇനി നേരെ റൂമിലേക്ക് പോവാം. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു, ഒന്നും കൊത്തിയില്ല. നേരെ ഇനി റൂമിലേക്ക് പോകാം. തളർന്നു. അങ്ങനെ ഇന്ന് ഡബിൾ ഡെക്കറിലാണ് കയറിയിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്ന് ഡബിൾ ഡെക്കറിൽ കയറുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഡബിൾ ഡെക്കറിൽ ഇരിക്കേണ്ട ഒരു സീറ്റ് കിട്ടിയില്ല. ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിലിരിക്കാനാണ് ഞാൻ മുകളിൽ കയറി വന്നത്. പക്ഷേ അത് കിട്ടിയില്ല. അവിടെ ആരോ ഇരിപ്പുണ്ട്. നമുക്ക് നെക്സ്റ്റ് ടൈം ഒപ്പിക്കാം. ജോലി അന്വേഷിക്കുന്നതിന് ഭാഗമായിട്ടുള്ള പ്ലാൻ എ ആണ് നമ്മൾ എല്ലാവർക്കും മെയിൽ അയക്കുക, കോൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്ലാൻ ബി ആണ് നേരിട്ട് പോയി അപ്രോച്ച് ചെയ്യുക. ഓരോ കമ്പനിയിലും ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ട് നമ്മൾ നേരിട്ട് പോയി അവരെ മീറ്റ് ചെയ്യുക, CV കൊടുക്കുക, അങ്ങനെയൊക്കെ. ഇന്ന് ഇതിൻ്റെയൊക്കെ തിരക്കിലും ടെൻഷനിലും പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കുക, അതിൻ്റെയൊക്കെ ഇടയ്ക്കിൽ അത്ര ഡെപ്തായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആ ദിവസം പോയി കിട്ടി. അടുത്ത വീക്കെൻഡ് വന്നു. ഇനിയിപ്പോൾ എങ്ങനെ ഇറങ്ങിയിട്ട് കാര്യമില്ല. നമുക്ക് വളരെ വേണ്ടപ്പെട്ടൊരു ഫാമിലി നമ്മളെ ജസ്റ്റ് വിളിച്ചിട്ടുണ്ട് അവരുടെ വീട്ടിലേക്ക്. അൽ നാദയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അത് ഒരു ബോർഡറാണ്, ദുബായ് ഷാർജ ബോർഡറിലാണ് അൽ നാദ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. ഇവിടെ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. കൂടുതലും ഒരു റെസിഡൻസ് ഏരിയ എന്ന് പറയാം. ഇത് നമ്മൾ ഇവരുടെ ടെറസിൽ പോയിട്ട്, ആ ഫ്ലാറ്റിന് മുകളിൽ ടെറസിൽ പോയിട്ടുള്ള ടെറസിൽ നിന്നുള്ള ദുബായ് വ്യൂ ആണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാം കാണാൻ പറ്റില്ല, എന്നാലും അവിടെ നിന്നുള്ള റോഡും ടവർ ബിൽഡിങ്സും ഒക്കെ കാണാം. ബുർജ് ഖലീഫയൊക്കെ കാണാം, പക്ഷേ വീഡിയോയിൽ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. രാത്രിയായി. അവർ തിരിച്ച് റൂമിലും കൊണ്ടുവിട്ടു. അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു.